ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ പെരുന്നാൾ വ്ലോഗാണ് ഗൈസ്. മെയ് 1, 2, 3 ആയിരുന്നു പെരുന്നാൾ. രാവിലെ തന്നെ ഞങ്ങൾ വല്ലാർപാടം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. കാരണം ഈ കൊല്ലം ആദ്യമായിട്ട് ചേട്ടൻ പ്രസിദ്ധേന്തിയാണ്. ആൻഡ് ഓൾസോ ഓപ്പയും ഇടണം. അതുകൊണ്ട് പള്ളിയിൽ നേരത്തെ പോകേണ്ടി വന്നു. എന്തൊക്കെയോ ചടങ്ങുകളുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ. പള്ളിയിൽ റെഡിയായി പോകുമ്പോൾ തന്നെ ഇന്നാണ് തുടങ്ങുന്നത് എന്നൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എസ്പെഷ്യലി പെരുന്നാൾ സീസൺ ഒഫീഷ്യലി തുടങ്ങുന്ന ദിവസം കൊടിയേറ്റം. ബിഷപ്പ് ഫാദർ ആൻ്റണി വെല്ലങ്കലായിരുന്നു കൊടിയേറ്റിന് വന്നിട്ടുണ്ടായിരുന്നത്. കൊടിയേറ്റം, ആ മൊമെൻറ്റ്, ഇത് ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു ഫീലിംഗ് ആണ്. ചെണ്ടമേളം, പ്രാർത്ഥനകൾ, ആ മുഴുവൻ അറ്റ്മോസ്ഫിയർ തന്നെ വേറൊരു ലെവലാണ്. സത്യം പറഞ്ഞാൽ എത്ര തവണ കണ്ടാൽ പോലും ബോറടിക്കത്തില്ല. ഓരോ വർഷവും കുറേ കൂടി സ്പെഷ്യലായിരിക്കും. കൊടി പതിയെ ഉയരുമ്പോൾ എല്ലാവരും ഒരേ ഡയറക്ഷനിലോട്ട് നോക്കും. ആ കുറച്ച് സെക്കൻഡ്സ് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ചർച്ച് സൈഡ് മുഴുവനും ഒരു എനർജി ആയിരുന്നു. ലൈറ്റ്സ്, ഡെക്കറേഷൻസും ആളുകളുടെ തിരക്കും എല്ലാം കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നും. ബട്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഫീലിംഗ്, പെരുന്നാൾ ഫൈനലി എത്തി. അന്നത്തെ ദിവസം കുട്ടികളുടെ കുറച്ച് കലാപരിപാടികളും ഉണ്ടായി, ഒപ്പം വെടിക്കെട്ടും. രണ്ടാമത്തെ ദിവസമായിരുന്നു വേസ്പര. അന്ന് എനിക്ക് കാഴ്ചവെപ്പിന് നിൽക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞൻ്റെ കൂടെ ഇരുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പ്രദക്ഷിണമാണ് രാത്രിയിൽ. ജീവിതം എത്ര ബിസി ആയാലും ഇങ്ങനെയുള്ള മൊമെൻറ്റ്സാണ് നമ്മൾ വീണ്ടും കണക്ട് ചെയ്യുന്നത്. നമ്മുടെ നാടിനോടും ആളുകളോടും നമ്മുടെ വിശ്വാസത്തോടും. പെരുന്നാൾ എന്നാൽ ലൈറ്റ്സ് മാത്രമല്ല, സോങ്സ് മാത്രമല്ല, ഓർമ്മകളാണ്, ഒരുമയാണ്. എല്ലാവരും നന്നായി സന്തോഷിക്കുന്ന ദിവസമാണ്. ചില മൊമെൻറ്റ്സ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യും, ബട്ട് ചില മൊമെൻറ്റ്സ് ഹാർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. പ്രദക്ഷിണം കഴിഞ്ഞതും ചെണ്ടയും ബാൻഡും തമ്മിലുള്ള ഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശിങ്കാരി മേളവും. അതിലെല്ലാവരും കൂടി ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ പേര് തുള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല അടിപൊളി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വൈബ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഇനി മെയിൻ പെരുന്നാൾ ദിവസം പാർട്ട് 2. അപ്പം അത്രേ ഉള്ളൂ. ബൈ.